ഒരു മതത്തെയും നിന്ദിക്കാൻ ഗുരുദേവൻ ആരെയും ആഹ്വാനം ചെയ്തില്ല, ആരെയും പഠിപ്പിച്ചില്ല. ഈശ്വര നിന്ദ ഗുരുദേവൻ ഒരിക്കലും, ഈശ്വരൻ പല രൂപത്തിൽ, ഓരോ വ്യക്തിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാം. കൊടുങ്ങല്ലൂരിൽ പോകുന്ന ആൾക്കാർ ആരാധിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ മറ്റൊരു ഗുരുവായൂരിൽ പോകുമ്പോൾ ആരാധിക്കുന്നത്. അതുപോലെയുള്ള നിരവധി ഓരോ ക്ഷേത്രത്തിലും. അതുകൊണ്ടാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കാരണം നമുക്ക് നേരിട്ട് കാണാം കണ്ണാടിയിൽ നീ നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. കണ്ണാടിയെ ആരാധിക്കുക എന്നല്ല, ചില ആൾക്കാരൊക്കെ വ്യാഖ്യാനിക്കുന്നത് കണ്ണാടിയെ ആരാധിക്കുക എന്നാണ്. കണ്ണാടിയെ ആരാധിക്കുക എന്നല്ല. എന്താ കണ്ണാടി കാണിക്കുന്നത്? തന്നെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബാഹ്യരൂപത്തെയല്ല, ഈ ബാഹ്യരൂപത്തിനുള്ളിൽ ഉൾക്കൊള്ളുന്ന ചൈതന്യത്തെ, ആ ചൈതന്യമാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠയുടെ പിന്നിലുള്ള പൊരുൾ. ആ ചൈതന്യം, ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം തന്നിലും ഉണ്ടാകട്ടെ. തൻ്റെ ചൈതന്യവും വിഗ്രഹത്തിലെ ചൈതന്യവും ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങളല്ല. മറ്റു പല മതങ്ങളിലും അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഈശ്വരനെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ചോളം സനാതന ധർമ്മികൾക്ക് ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയമാണത്. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു ലക്ഷ്യം, ഒരു ഉദ്ദേശം അവിടെയുണ്ട്. ആ ചൈതന്യത്തെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ചൈതന്യം, ആ ചൈതന്യമാണ് അവിടെയുള്ളതും എന്നിലുള്ളതുമായിട്ടുള്ള ചൈതന്യം. അത് രണ്ടും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളുടെ ഒക്കെ പ്രത്യേകത. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആരാധനയിലെ ജനാധിപത്യം, ആ ജനാധിപത്യമാണ് സനാതന ധർമ്മത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെയേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് സംതൃപ്തി നൽകുന്ന രീതിയിൽ, അവർക്ക് സംതൃപ്തി നൽകുന്ന ഈശ്വരന്റെ രൂപത്തെ, ഈശ്വരൻ ഈ രൂപത്തിലാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈശ്വരനെ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ആ ഈശ്വരനെ കാണുന്നു, ഈശ്വരനെ ആ രൂപത്തിൽ പോയിട്ട് ആരാധിക്കുന്നു. നമ്മളെല്ലാവരുടെയും വീടുകളിൽ പടങ്ങളുണ്ട്, പൂജാമുറി. ആ പൂജാമുറിയിൽ വെക്കുന്ന പടം, ആ പടം എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് ഈശ്വരനെ ഇങ്ങനെ ആരാധിക്കാനാണ് ഇഷ്ടം. ഇതൊന്നും ഇല്ലെങ്കിൽ ആരാധിക്കാൻ എന്താ വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമില്ല. പക്ഷേ എൻ്റെ ബുദ്ധിശക്തിയും എൻ്റെ കഴിവും ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു വസ്തു വേണം ആരാധിക്കാൻ. ആ വസ്തുവാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമ, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിത്രം, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻ്റെ പൂജാമുറിയിലെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, എനിക്ക് പൂജാമുറിയിൽ ചെന്ന് ആ ചിത്രത്തിൻ്റെ മുന്നിൽ ആരാധിക്കുമ്പോൾ എനിക്ക് മനഃശാന്തി കിട്ടും. ചിത്രമില്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ നമുക്ക് കഴിവില്ല. നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് നമുക്കൊരു പൂജാമുറി വേണം. ഈ ഒരു ഇത്രയും വിശാലമായിട്ടുള്ള ചിന്തയും സങ്കല്പവും, ആ സങ്കല്പം ഉൾക്കൊള്ളുമ്പോഴും ഗുരുദേവൻ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് ഗുരുദേവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ വിവിധ സ്തോത്രങ്ങൾ, കൃതികൾ രചിച്ചത്. കാരണം അത് നമുക്ക് വേണ്ടിയാണ്, ഗുരുദേവന് വേണ്ടിയിട്ടല്ല. ഗുരുദേവന് ഈ വിനായകാഷ്ടകം ഇല്ലെങ്കിലും ഗുരുദേവന് പ്രപഞ്ചത്തിലെ ശക്തിയെക്കുറിച്ചുള്ള ധാരണയുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വിവിധ കൃതികളിൽ വിവിധ ദേവതാമാരെ ആരാധിക്കുന്ന കൃതികൾ ഉണ്ടാക്കി.